നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ജലദൗർലഭ്യം തുടർക്കഥയാവുന്ന കാൽഗറി എന്ന അംഗരാജ്യം ഒരു വിഭാണ്ഡക പുത്രനെ തേടുന്നു. കാരണം വെള്ളം എന്നത് കാൽഗറി നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. കാൽഗറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ജല ഉപഭോഗം നടക്കുന്നുണ്ടെന്നും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് ജലമെന്നും അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അംഗരാജ്യത്തു നിന്നും ഋഷ്യശൃംഖൻ എത്തുമെന്നും തങ്ങളുടെ തൊടിയും ജലസമൃദ്ധമാകുമെന്ന പ്രതീക്ഷയിലാണ് കാൽഗറിക്കാർ. ആശ്വാസം. അവസാന നിമിഷം പണിമുടക്ക് പിൻവലിച്ച് TTC യൂണിയൻ. നഗരം സ്തംഭിച്ചേക്കാവുന്ന ഒരു പണിമുടക്ക് ഒഴിവാക്കിയതിൻ്റെ ആശ്വാസത്തിലാണ് പൊതുജനം. TTCയും അമാൽഗമേറ്റഡ് ട്രാൻസിറ്റ് യൂണിയനുകളും കൂടി നടത്തിയ സംയുക്ത ചർച്ചയിലാണ് സമരം ഒഴിവാക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. തങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ പരിഗണന അധികൃതരിൽ നിന്നുണ്ടായെന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നും യൂണിയനുകൾ അറിയിച്ചു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടും തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നു നിന്നമേ. 27,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും തൊഴിലില്ലായ്മയുടെ നിരക്ക് ഉയർന്നു തന്നെയാണ് മെയ് മാസം കടന്നുപോയതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട്. വർദ്ധിച്ചു വരുന്ന കുടിയേറ്റവും ജനസംഖ്യാ നിരക്കിലുണ്ടായ അഭൂതപൂർവമായ വർധനവുമൊക്കെ തൊഴിൽ വിപണിയെ ബാധിക്കുന്നുണ്ടെന്നും ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ ആവശ്യം ഉയർന്നതാണ് തൊഴിൽ നിരക്കുകളുടെ അനുപാതം വർദ്ധിച്ചതെന്നും എന്നാൽ തൊഴിലില്ലായ്മ നിരക്ക് പഴയ 6.1% നിന്നും മെയ് മാസം 6.2% വർദ്ധിക്കുകയാണ് ഉണ്ടായതെന്നും സ്റ്റാറ്റ്കാൻ കണ്ടെത്തുന്നു. അഗ്നിബാധ ഭയത്തെ തുടർന്ന് യൂണിറ്റ് മോഷൻ ആക്ടിവേറ്റ് ലൈറ്റ് ബാറുകൾ തിരിച്ചു വിളിച്ച് ഹെൽത്ത് കാനഡ. അമിതമായി ചൂടാവുകയും തൽഫലമായി തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന പരാതിക്കിടെ 2017 ഒക്ടോബറിനും 2024 ജനുവരിക്കുമിടയിൽ ഗുഡ് എർത്ത് ലൈറ്റിംഗ് വിറ്റ ഏകദേശം 37,800 യൂണിറ്റ് മോഷൻ ആക്ടിവേറ്റ് ലൈറ്റ് ബാറുകളാണ് ഹെൽത്ത് കാനഡ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചിരിക്കുന്നത്. റാൻസംവെയർ സൈബർ അറ്റാക്കേഴ്സിനെ കരുതിയിരിക്കാൻ പറഞ്ഞു. 48 മണിക്കൂർ തികയും മുൻപിത ടിക്കറ്റ് മാസ്റ്ററിൽ സൈബർ ആക്രമണം. കുപ്രസിദ്ധ ഹാക്കിംഗ് ഗ്രൂപ്പായ ഷൈനി ഹണ്ടേഴ്സ് ആണ് ആക്രമണത്തിന് പിന്നിൽ. 560 ദശലക്ഷം ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളടങ്ങിയ 1.3 ടെറാബൈറ്റ് ഡാറ്റ മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഡാറ്റയുടെ ഭൂരിഭാഗവും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉപഭോക്താക്കളിൽ നിന്നാണ്. കനേഡിയൻസ് ആണ് പേഴ്സണൽ വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ട രണ്ടാമത്തെ വലിയ ജനസംഖ്യാ വിഭാഗം. തൊട്ടു പിന്നാലെ മെക്സിക്കക്കാരും യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, മധ്യ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.